നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPI നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ മുമ്പേ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിലെ പാർട്ടി ദേശീയ ഓഫീസിലും കേരളത്തിലെ തിരുവനന്തപുരം പാളയത്തെ സംസ്ഥാന ഓഫീസിലും അടക്കം ED റെയ്ഡ് നടന്നിരുന്നു. രാജ്യമെമ്പാടുമുള്ള 15ഓളം SDPI ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നത്. വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി മനസ്സിലാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെ ഇവർക്ക് സഹായം ലഭിച്ചിരുന്നു. ഓരോ SDPIക്കാരനും കോടീശ്വരന്മാരാണ്. പണത്തിന്റെ ഉറവിടം പക്ഷേ ആർക്കും അറിയുകയുമില്ല. ബാംഗ്ലൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൌ, ജയ്പൂർ, താന, ഹൈദരാബാദ്, റാഞ്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും മലപ്പുറത്തെ ചില കേന്ദ്രങ്ങളിലും ED റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിവിധ ഓഫീസുകളിൽ റെയ്ഡ് നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഓഫീസിനെതിരായ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിരോധിത സംഘടനയായ PFIയുമായി ബന്ധപ്പെട്ട ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് SDPIയിലേക്ക് എൻഫോഴ്സ്മെന്റിനെ എത്തിച്ചിരിക്കുന്നത്. PFIക്ക് പിന്നാലെ SDPI നിരോധനത്തിനുള്ള സാധ്യതകൾ ED റെയ്ഡോടെ ശക്തമായിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മലയാളിയായ മുഹമ്മദ് കുട്ടി ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ കേരളത്തിന്റെ മതപരവും രാഷ്ട്രീയവുമായ ഈ സ്ഥിതിഗതികൾ ശരിയായി മനസ്സിലാക്കുന്നവർക്ക് അസ്വാഭാവികത തോന്നുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ തൃശൂർ പാട്ടിക്കാട് സ്വദേശിയായ ഫൈസിയെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ED കസ്റ്റഡിയിലെടുത്തത്. നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് EDയുടെ നടപടി. ഭീകര പ്രവർത്തനം നടത്തിയതായി തെളിഞ്ഞതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അതിന്റെ 100ലേറെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അന്ന് അറസ്റ്റിലാവാതിരുന്ന നേതാക്കളിൽ ഒരാളാണ് ഫൈസി. എന്നാൽ ഇയാൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഫൈസി ഈ സംഘടനയുടെ നിരോധനത്തെ തുടർന്ന് SDPIയുടെ പ്രധാന ചുമതലയിലേക്ക് വരികയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനൊപ്പം SDPIയെയും നിരോധിക്കാതിരുന്നത് പരക്കെ ആശങ്ക ഉയർത്തിയിരുന്നു. കാരണം രണ്ട് സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. SDPI രാഷ്ട്രീയ പാർട്ടിയായതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. നിയമത്തിന്റെ ഇത്തരം സാങ്കേതികതകൾ ഭീകരവാദികൾക്ക് സഹായകമാകാതിരിക്കുന്നു എന്നതിൽ ആർക്കും സംശയവുമില്ല. രാഷ്ട്രീയത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം അനുവദിക്കാൻ പാടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളിൽ പലരും സംഘടന നിരോധിക്കപ്പെട്ടതോടുകൂടി SDPIയിലേക്ക് മാറുകയായിരുന്നു. ആദ്യം ചെയ്തിരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് തുടർന്നതും. SDPIയുടെ മുദ്രാവാക്യങ്ങളും ആശയപ്രചരണങ്ങളും സമ്മേളനങ്ങളും ശ്രദ്ധിക്കുന്നവർക്ക് അതൊരു ഭീകര സംഘടനയാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. അറസ്റ്റിലായ PFI നേതാക്കൾ ആരോഗ്യ കാരണങ്ങളാലും മറ്റും കാണിച്ച് ജാമ്യത്തിലിറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും കോടതിയിൽ വിലപോയതുമില്ല. ഈ സാഹചര്യത്തിൽ SDPIയിൽ സജീവമാവുക എന്ന തന്ത്രമാണ് PFI തീവ്രവാദികൾ പ്രയോഗിച്ചത്. CPMനെയും കോൺഗ്രസിനെയും കേന്ദ്രീകരിച്ചുള്ള കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയമാണ് SDPI പോലെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവസരമൊരുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനോടൊപ്പം തന്നെ കോൺഗ്രസിനും CPMനും യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും SDPI വഴി പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികളുടെ പിന്തുണ ഇരു പാർട്ടികളും സ്വീകരിക്കുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ അടുത്തിടെ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ജയിച്ചത് SDPI ആണ്. കോൺഗ്രസിന്റെ വോട്ട് മത തീവ്രവാദികൾക്ക് മറിച്ചുകൊടുത്തു എന്നാണ് അർത്ഥം. ഓരോയിടത്തെയും സാഹചര്യം അനുസരിച്ച് LDFലും UDFലും മാറി മാറി SDPI ചേക്കേറുന്നു. ഇടതു വലത് മുന്നണികൾക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസും CPMും SDPI ബന്ധത്തിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തി ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യും. ഹിന്ദു മതേതര വോട്ട് ആകർഷിക്കാനാണ് ഇത്. പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിൽ വ്യത്യാസമില്ലെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനത്തിനായി രാജ്യത്തിന് പുറത്തുനിന്ന് നിയമവിരുദ്ധമായി ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തത് SDPI ആണ് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഫൈസിയുടെ അറസ്റ്റ് നിർണായകമാണ്. ഫൈസിമാർ നിരവധി ഉണ്ടാവും എന്ന ഉറപ്പുമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം അനുവദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ആണ് അല്ലെങ്കിൽ എന്തു കാരണം കൊണ്ടാണോ PFI നിരോധിക്കപ്പെട്ടത്, അക്കാരണത്താൽ SDPIയെയും നിരോധിക്കേണ്ടിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണം. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ നിരോധിക്കാനാണ് ശ്രമം. പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയ സംഘടനകൾക്കെതിരെ കേന്ദ്ര സർക്കാർ പിടിമുറക്കി തുടങ്ങിയിട്ട് കാലം കുറേയായി.
അക്രമ സ്വഭാവത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രം കർശനമായി നിരീക്ഷിച്ച് വരികയായിരുന്നു. ആദ്യകാലത്ത് കുടുംബാംഗങ്ങളെ ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. പൗരത്വ പ്രക്ഷോഭം നടക്കുന്ന കാലത്താണ് കുടുംബാംഗങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായത്. സ്ത്രീകളും കുട്ടികളും ഇത്തരം സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് സമാനമായാണ് ഈ പ്രവണതയെ കേന്ദ്ര സർക്കാർ കാണുന്നത്. അതായത് കുടുംബത്തിനുള്ളിൽ തന്നെ തീവ്രവാദം വളർത്തുകയാണ് ലക്ഷ്യം. 1992 ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം 3 മുസ്ലിം സംഘടനകളെ ലയിപ്പിച്ചാണ് 2006 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിന്റെ ദേശീയ വികസന മുന്നണി, തമിഴ്നാട്ടിലെ വനിതാ നീതി പാസാരി എന്നിവയാണ് അവ. ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ഗോവയിലെ സിറ്റിസൺസ് ഫോറം, രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി, പശ്ചിമബംഗാളിലെ നാഗരിക് അധികാർ സുരക്ഷാ സമിതി, മണിപ്പൂരിലെ ലൈലോങ് സോഷ്യൽ ഫോറം എന്നിവയും പോപ്പുലർ ഫ്രണ്ടിലെ അംഗങ്ങളുടെ സംഘടന അല്ലെങ്കിൽ അംഗ സംഘടനകളാണ്. ജൂനിയർ ഫ്രണ്ട്സ്, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ ലോയേഴ്സ് നെറ്റ്വർക്ക്, മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ, സത്യസ്വരണി എന്നിവ പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനകളുമാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDPI എന്ന രാഷ്ട്രീയ കക്ഷിയും PFIക്കുണ്ട്. ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സജീവമായ പങ്കാളിത്തം ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഫെബ്രുവരി 17 എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ സംഘടന ഐക്യ മാർച്ചുകൾ നടത്തുന്നു. യൂണിഫോമിൽ താരങ്ങളും ചിഹ്നങ്ങളും വഹിച്ചാണ് മാർച്ച്. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക ദിനമാണ് അന്ന്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ അവർ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ പരേഡ് 2013 കേരള സർക്കാർ നിരോധിച്ചിരുന്നു. ഇതിന്റെയും SDPIയുടെയും പ്രമുഖരായ നേതാക്കളിൽ പലരും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻകാല പ്രവർത്തകരാണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. വിവാദ ചോദ്യപേപ്പർ തയ്യാറാക്കിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിട്ടുള്ള TJ ജോസഫിന്റെ വലത് കൈ വെട്ടിമാറ്റിയ സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഉൾപ്പെട്ടിരുന്നു. ഈ കേസിൽ വിധി പറഞ്ഞ കോടതി 54 പേരിൽ 13 പേരെ ശിക്ഷിച്ചു. ഇതിൽ 10 പേർക്കെതിരെ UAPA നിയമം ചുമത്തിയിരുന്നു. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നാറാത്ത് പാമ്പുരുത്തി റോഡിന് സമീപമുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ ഏപ്രിൽ 23 പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. റെയ്ഡിൽ 21 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നും സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുന്നതായി പോലീസ് ആരോപിച്ചിരുന്നു. റെയ്ഡിൽ ബോംബ്, വടിവാൾ, ബോംബ് നിർമ്മാണ സാമഗ്രികൾ, ദേശവിരുദ്ധ സ്വഭാവമുള്ള രേഖകളും കണ്ടെത്തുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ചുമത്തിയ UAPA നിലനിൽക്കില്ല എന്ന കേരള ഹൈക്കോടതി വിധികളും പുറത്തു വന്നിരുന്നു.